നമസ്കാരം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഏതാണ്ട് 2 വർഷമായി തുടരുന്ന യുദ്ധത്തിന് അറുതി വന്നു എന്ന നിലയിൽ ഇരുഭാഗത്തും ആഹ്ലാദമുണ്ട്. തട്ടിക്കൊണ്ടുപോയ ജൂതന്മാരെ ഹമാസ് തിരിച്ചു കൊടുത്തിരിക്കുന്നു. പകരം ഇസ്രയേൽ പല ഫലസ്തീൻ തടവുകാരെയും വിട്ടുകൊടുത്തിട്ടുമുണ്ട്. ലോകം സമാധാനത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വെടിനിർത്തലാണത്. ഇസ്രയേൽ അങ്ങനെ ഒരു വെടിനിർത്തലിന് വേണ്ടി തയ്യാറായത് വാസ്തവത്തിൽ ഹമാസിന് അന്ത്യം കുറിക്കാനാണ് എന്ന് വ്യക്തമായി പറയുകയും എഴുതുകയും ചെയ്ത അപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കൃത്യമായ പദ്ധതികളുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കൃത്യമായ പദ്ധതികൾ. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകും, എന്തു വേണമെങ്കിലും ചെയ്യും. അതാണ് ഇസ്രായേലിൻ്റെ ഒരു രീതി. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, ഹമാസിന് മുമ്പിൽ ഇസ്രയേൽ കീഴടങ്ങി എന്ന തരത്തിലായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. ആ സമയത്തെ വാർത്തകളൊക്കെ എടുത്തു നോക്കുക. സകല മാധ്യമങ്ങളിലും വലിയ വാർത്തയാണ്. ഇസ്രയേൽ ജൂതശക്തി ഈ ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ തോറ്റുപോയി, അവർക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഇസ്രയേൽ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇതാ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കും. നമ്മുടെ മീഡിയ മണിലെ ചർച്ചക്കാരൊക്കെ പറയുന്നത് കേൾക്കേണ്ടതായിരുന്നു. വലിയ വിപ്ലവ വിജയമാണ്. ഫലസ്തീൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിയായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞു, ഇതൊക്കെ വെറും ആവേശം കൊള്ളൽ മാത്രമാണ്. അങ്ങനെയല്ല. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, ഫലസ്തീന് നിലവിലുള്ള അവകാശങ്ങൾ പോലും ഇല്ലാതാക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ട്രംപ് ഒരുക്കിയ കെണിയാണ്. ഇസ്രായേൽ ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും നിഷേധിച്ചു. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ കാര്യം പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും വെടിനിർത്തൽ നിലവിലുള്ളപ്പോഴും ഇസ്രായേൽ അവരുടെ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തന്ത്രങ്ങളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഗാസയിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നത്. എത്രമാത്രം പിന്മാറി? ഗാസ സിറ്റിയിൽ നിന്നും മാത്രം പിന്മാറി. ഗാസയുടെ പകുതിയിലധികം ഭാഗത്തെ നിയന്ത്രണം ഇസ്രായേലിനാണ്. മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോഴും ഈ ഗാസ സിറ്റിയിൽ ചില ഭാഗങ്ങളിൽ പോലും ആക്രമണം നടത്തുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അൽ ജസീറ എടുത്തു നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഖാൻ യൂനിസിൽ 3 ഫലസ്തീനികളെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നെന്നാണ്. ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു യെല്ലോ ലൈനിൽ കടന്ന ഒരു ടെററിസ്റ്റിനെ കൊന്നെന്ന്. എന്ന് വെച്ചാൽ ഗാസയുടെ ഏതാണ്ട് പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ഗാസ സിറ്റിയുടെ കുറേ ഭാഗം മാത്രം ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവിടെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമാണ്. വലിയ മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു, കുടിലുകളെല്ലാം വെള്ളത്തിലാകുന്നു, മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ. അതായത് യുദ്ധത്തെക്കാൾ മോശം അന്തരീക്ഷത്തിലാണ്. എല്ലാം തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ. ആർക്കും താമസിക്കാൻ പറ്റിയ വീടുകളില്ല. വലിയ അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യർ രോഗബാധിതരായി നിലവിളിക്കുകയാണ്. ആരും സഹായിക്കാൻ പോകുന്നില്ല. വല്ലാത്ത ഗതികെട്ട അവസ്ഥയിലാണ് ഗസയിലെ ജനങ്ങൾ. അതേസമയം ഗസയിലെ പകുതിയിലധികവും ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഈ സത്യം ഇപ്പോൾ ഓരോരുത്തർ തിരിച്ചറിയുന്നു. ഇന്നലത്തെ മാധ്യമം ദിനപത്രം ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞായറാഴ്ചയായിരുന്നു, തിരക്കായിരുന്നു. മാധ്യമം ദിനപത്രത്തിൽ 1-ാം പേജിൽ അന്താരാഷ്ട്ര സേനയെത്തുന്നു, ഗസ മുറിക്കും എന്ന് പറഞ്ഞ് വലിയ സങ്കടകരമായ വാർത്ത. ഇങ്ങനെ പറയുന്നു: ഗസയെ വിഭജിച്ച് ഇസ്രായേൽ അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി US. ഫലസ്തീനികൾ ഗസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണ്ണമായും ഒതുക്കപ്പെടും. US സൈനിക ആസൂത്രണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാർഡിയൻ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഗസയിൽ ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്നും അന്താരാഷ്ട്ര പിന്തുണയോടെ പുനർനിർമ്മാണം നടത്തുമെന്നുമുള്ള വാഗ്ദാനത്തിൽ നിന്ന് തന്ത്രപൂർവ്വം അമേരിക്ക ഒഴിയുകയാണ്. പകരം ഇസ്രായേൽ അധിനിവേശം വ്യാപിപ്പിക്കുന്നതിന് ഒത്താശ നൽകാനാണ് നീക്കം. ഗ്രീൻ സോണിനും റെഡ് സോണിനുമിടയിലെ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം അന്താരാഷ്ട്ര സേനയും നിലയുറപ്പിക്കും. ഗസയെ വിഭജിക്കാനുള്ള ദീർഘകാല പദ്ധതി എന്നാണ് ഗാർഡിയനെ വിശേഷിപ്പിക്കുന്നത്. വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച ഖത്തറിനും ഈജിപ്തിനും അമേരിക്കൻ പദ്ധതിയിൽ വിയോജിപ്പുള്ളതായാണ് വിവരം. ഇത് യുദ്ധമല്ല, സമാധാനവുമല്ല എന്നാണ് അവരുടെ പ്രതികരണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പദ്ധതി പ്രകാരം ബോംബ് നിർവീര്യമാക്കൽ, ചികിത്സ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള 1500 ബ്രിട്ടീഷ് സൈനികർ, കെട്ടിടാവശിഷ്ടങ്ങൾ നിറഞ്ഞ റോഡ് വൃത്തിയാക്കാൻ 1000 ഫ്രഞ്ച് സൈനികർ തുടങ്ങിയവർ ഗസയിലെത്തും. ജർമ്മനി, നെതർലൻഡ്സ്, നോർഡിക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ നയിക്കുന്ന ഫീൽഡ് ആശുപത്രികൾ ഉണ്ടാവും. ഇങ്ങനെ പോവുകയാണ് റിപ്പോർട്ട്. സങ്കടത്തോടുകൂടി വിവരം പറയുന്നു. ഇത് വ്യാജ വാർത്തയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തു നോക്കി. വ്യാജ വാർത്തയല്ല. ഗാർഡിയൻ വിശദമായി തന്നെ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ്റെ റിപ്പോർട്ടാണ് ഞാൻ പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നു എന്ന വ്യാജേനെ തൽക്കാലത്തേക്ക് ട്രംപ് ഒരു വെടിനിർത്തൽ കൊണ്ടുവരുന്നു. ആ വെടിനിർത്തലിന്റെ പേരിൽ ഹമാസിന് മുൻപിൽ ഇസ്രായേൽ കീഴടങ്ങി എന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം വയ്ക്കുന്നു, വീരവാദം മുഴക്കുന്നു. നമ്മുടെ നാട്ടിലെ പത്രങ്ങളും
ഈ സോഷ്യൽ മീഡിയയും ഒക്കെ. എന്നാൽ അതിൻ്റെ മറവിൽ തടവിലാക്കപ്പെട്ടവരെ രക്ഷിച്ചെടുക്കുന്നു ഇസ്രായേൽ. മൃതദേഹങ്ങളും ഏതാണ്ട് തിരിച്ചു കിട്ടി. ഇനി കുറച്ച് മൃതദേഹങ്ങളേ ഉള്ളൂ. അത് കണ്ടെത്താൻ കഴിയുമെന്ന് ഹമാസിന് പോലും പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കടമ്പ കഴിഞ്ഞു. ഇനി ഇസ്രായേൽ പിടിമുറുക്കുകയാണ്. അതിന്റെ ഭാഗമായി ഫലസ്തീൻ അവകാശപ്പെട്ട ഗാസയുടെ പകുതി അവർ എടുക്കുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. ജൂതന്മാർക്ക് ഇസ്രായേലിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമുണ്ടാവണം. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ അവർക്ക് കഴിയണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരാണ്. അതേസമയം ഫലസ്തീനികൾക്ക് ഫലസ്തീനിൽ അവരുടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും വേണം. അതുകൊണ്ട് തന്നെ ഗാസ സ്ട്രിപ്പ് ആണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും അതൊക്കെ ഫലസ്തീൻ അവകാശപ്പെട്ടതാണ്. ആ പ്രദേശത്ത് ഫലസ്തീനികൾ താമസിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് പറയുമ്പോഴും ഇവർ ഈ പറയുന്ന അവകാശവാദം എത്ര മോശമാണ്. ഇസ്രായേൽ തോറ്റുപോയി, ജൂതപ്പട പിന്തിരിഞ്ഞോടി എന്നൊക്കെ പറയുന്നവർ ഇപ്പോൾ നിലവിളിക്കുന്നു. ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഹമാസ് എന്ന ഭീകര സംഘടന പാവപ്പെട്ട ഫലസ്തീനികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുന്നു. ഇപ്പോഴത്തെ പദ്ധതി എന്താണ്? ഈ മാപ്പ് നോക്കുക. ഈ മാപ്പിൽ നമുക്ക് കാണാൻ കഴിയും ഫലസ്തീൻ തന്നെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഒരു വശത്ത് ഗാസയും മറുവശത്ത് വെസ്റ്റ് ബാങ്കും, വളരെ കുറച്ചേ ഉള്ളൂ. ആ ഗാസയുടെ പകുതിയോളം ഭാഗം മുറിച്ചിരിക്കുന്നു. എന്നിട്ട് നടുക്കൊരു യെല്ലോ ലൈൻ വരച്ചിരിക്കുന്നു. യെല്ലോ ലൈനിൽ ഇപ്പുറം, അതായത് ഗ്രീൻ സോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലാണ് ഇപ്പോൾ പാറാവ് നിൽക്കുന്നത്. യെല്ലോ ലൈനിൽ ആരെങ്കിലും കയറിൽ അപ്പോൾ വെടിവെച്ചു കൊല്ലും. അതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് റെഡ് സോൺ ആക്കിയിരിക്കുന്നു. റെഡ് സോണിലേക്ക് മുഴുവൻ ഫലസ്തീനികളെയും കൊണ്ടുവന്നിരിക്കുന്നു. ഫലത്തിൽ ഗാസയെ രണ്ടാക്കി മുഴുവൻ ഫലസ്തീനികളോട് നിങ്ങൾ റെഡ് സോണിൽ താമസിച്ചോളൂ എന്ന് പറയുന്ന. അവിടെ ഒന്നുമില്ല. അവിടെ ഒരു വികസന പ്രവർത്തനമില്ല. അവിടെ ജീവിക്കാൻ ആർക്കും വഴിയില്ല. അവിടെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതേസമയം ഇനി പുനർനിർമ്മാണം നടത്താൻ പോകുന്ന ഗ്രീൻ സോണിലാണ്. ഈ ഗ്രീൻ സോണിന്റെ നിയന്ത്രണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമാണ്. എന്ന് വെച്ചാൽ ഗാസയുടെ പകുതിയോളം ഇസ്രായേൽ തന്ത്രപരമായി അടിച്ചു മാറ്റുന്നു. അതിന് അറബ് രാജ്യങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നാണ് അർത്ഥം. ഇതാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയേ സംഭവിക്കൂ എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഭീകരവാദികളെ വിശ്വസിച്ച് അവർ ആ ഫലസ്തീൻ ജനതയുടെ സ്വസ്ഥതയും സ്വൈര്യവും കെടുത്തുന്നതിനെ പോരാട്ടമായി വ്യാഖ്യാനിച്ച് ചിലരൊക്കെ ഗീർവാണം അടിച്ചുകൊണ്ടിരുന്നു. ആ ഗീർവാണം അടിക്കാൻ നേതൃത്വം കൊടുത്ത മാധ്യമത്തിന് വരെ തെറ്റിദ്ധരുത്തേണ്ടി വരുന്നു. ഇത് ഇസ്രായേലിൻ്റെ കൃത്യമായ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഈജിപ്ത് അടക്കമുള്ള ഖത്തർ അടക്കമുള്ള സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ നിന്നുകൊടുത്തു. എന്തിനേറെ തുർക്കി പോലും ഈ സമാധാന കരാറിന്റെ ഭാഗമായിരുന്നു. ഈ വിഷയം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടിലാണ് ദുരിതമനുഭവിക്കുന്നത് പാവപ്പെട്ട ഫലസ്തീനികൾ. അവരുടെ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. എത്രയോ തന്ത്രങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ലെബനിൽ, വടക്കൻ ലെബനിൽ ആക്രമണം നടത്തി. ഇന്നലെയും ലെബനിൽ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ വലിയ ചില തന്ത്രങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. വളരെ വിചിത്രമായ ആ തന്ത്രത്തിൻ്റെ രീതികൾ പുറത്തു വരുന്നുണ്ട്. ഫലസ്തീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇന്ത്യ അക്കൂട്ടത്തിലില്ല. ഈ കൊച്ചു കേരളം അങ്ങനെയാണ്. കേരളത്തെ ഉപദ്രവിച്ചാൽ അത് ഇന്ത്യ ഉപദ്രവിക്കുന്നതായതുകൊണ്ട് മാത്രം ഇസ്രായേൽ വെറുതെ വിടുന്നതാണ്. ഈ ഹമാസിനെ സ്നേഹിക്കുന്ന, ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്കൊക്കെ ഇസ്രായേൽ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. കുറേയധികം ഗാസക്കാരെ തൂത്തുവാരി ഒരു വിമാനത്തിൽ ഇട്ടിട്ട് കൊണ്ടു കൊടുക്കും. അതെങ്ങനെ സാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനൊക്കെ ഇസ്രായേലിന് ബുദ്ധിയുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. അൽ മജീദ് യൂറോപ്പ് എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അഡ്രസ്സ് ഈസ്റ്റ് ജെറുസലേമിലാണെന്നുള്ളതാണ് അൽ ജസീറ കണ്ടെത്തിയത്. എന്നിട്ട് ഇത് ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്താണെന്ന് അവകാശപ്പെടുന്നത്, രജിസ്റ്റർ ചെയ്തതും വെബ്സൈറ്റ് ഉണ്ടാക്കിയതൊക്കെ അടുത്ത കാലത്താണ്. ഈ ചാരിറ്റി പറയുന്നത് ഞങ്ങൾ ഇസ്രായേൽ വംശഹത്യക്കെതിരാണെന്നാണ്. ഇസ്രായേൽ വംശഹത്യക്കിരയാകുന്ന ഫലസ്തീനിലെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സംഘടനയാണ്. എന്നിട്ട് ഇവരെ മനുഷ്യക്കടത്താണ് നടത്തുന്നത്. കുറച്ചു പേരെ ഫീസ് വാങ്ങി നിങ്ങളെ രക്ഷിച്ചെടുക്കാമെന്ന് പറഞ്ഞ് ഗാസയിൽ നിന്നും കൊണ്ടുവരികയാണ്. ഇസ്രായേലിൻ്റെ അനുമതിയോടുകൂടി ഇസ്രായേലിൻ്റെ അതിർത്തി കിടന്ന് റമോൺ എയർപോർട്ടിലെത്തിക്കും. 153 പേരടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഇങ്ങനെ ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി റമോൺ എയർപോർട്ടിലെത്തി. ഇസ്രായേലിൻ്റെ എയർപോർട്ടാണ്. ഒരു റൊമേനിയൻ വിമാനം വാടകയ്ക്ക് എടുത്തിട്ട് ആ വിമാനം അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് പറന്നുയരുകയാണ് 153 ഗസക്കാരുമായി. എന്നിട്ട് വിമാനം പോയി നെയ്റോബിയിൽ ഇറങ്ങുന്നു. നെയ്റോബിയിൽ നിന്നും അവർ ട്രാൻസിറ്റാണ്. അവിടെ നിന്ന് അവർ ജഹനോസ്ബർഗിലേക്ക് എക്സിറ്റ് കൊടുക്കുകയാണ്. ജഹനോസ്ബർഗിന്റെ ആകാശത്ത് നിന്ന് ലാൻഡിംഗ് പെർമിഷൻ ചോദിക്കുമ്പോഴാണ് ദക്ഷിണാഫ്രിക്ക അറിയുന്നത് ഇങ്ങനൊരു വിമാനത്തെക്കുറിച്ച്. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊരു ധാരണയുമില്ല. വിമാനമൊക്കെ പറയുന്നത് വളരെ സുരക്ഷിതമായ സംവിധാനമാണെന്ന് ഓർക്കണം. പക്ഷേ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. സ്പോട്ട് കൊടുത്തു, ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും രേഖകൾ പരിശോധിക്കുമ്പോൾ ഒരാൾക്കും എക്സിറ്റ് സ്റ്റാമ്പില്ല. അതായത് ഇസ്രായേലിന്റെ വിമാനം പറന്നുയരുമ്പോൾ ആ വിമാന യാത്രക്കാരുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് വേണ്ടേ? അതാണ് ഇമിഗ്രേഷൻ. അങ്ങനെ മാത്രമേ ആ രാജ്യത്തു നിന്നും പുറത്തേക്കൊരു വിമാനത്തിൽ കയറിയതിന് തെളിവ്. ഇവരുടെ ആരുടെയും പാസ്പോർട്ടിൽ ഒരു എക്സിറ്റ് സ്റ്റാമ്പ് ഇല്ല. എവിടുന്നാണ് വന്നതിനൊരു തെളിവുമില്ല. റമോൺ എയർപോർട്ടിൽ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു തെളിവുമില്ല. എന്ന് മാത്രമല്ല ഇവരിൽ പലർക്കും പാസ്പോർട്ട് പോലുമില്ല.
എവിടെ നിന്നോ തൂത്തുവാരി ഈ സംഘടന ഇസ്രായേലിന് വേണ്ടി അതിർത്തി കടത്തി ഇസ്രായേലിൽ എത്തിച്ച് വിമാനത്തിൽ കയറ്റി പറപ്പിച്ചു. നെയ്റോബിക്കാർക്കും ചെയ്യേണ്ട കാര്യമില്ല, അവർ ട്രാൻസിറ്റ് ആണ്. ദക്ഷിണാഫ്രിക്ക വന്ന് ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 12 മണിക്കൂർ വിമാനത്തിൽ തന്നെ ഇരിക്കേണ്ടി വന്നു റൺവേയിൽ. ഒടുവിൽ അവിടെ ഒരു സന്നദ്ധ സംഘടന ഇടപെട്ടു, ഞങ്ങൾ അവർക്ക് താമസം കൊടുക്കാമെന്ന് പറഞ്ഞു, പുറത്തിറക്കി. ഈ എത്തിയതിൽ കുറെ പേർ 10-25 പേർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയെന്നു. ഇതൊരു സംഘടിതമായ മനുഷ്യക്കടത്ത് തന്നെയാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ എന്താണ് ചെയ്തത്? നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊടുക്കുകയാണോ, എന്നാൽ പിന്നെ കുറച്ച് പേര് നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് തൂത്തുവാരി കൊണ്ടുവിട്ടു. ഇത് ആദ്യമൊന്നുമല്ല എന്നാണ് ഇപ്പോഴത്തെ വാർത്ത. ഇപ്പോൾ പുറത്തു വന്ന് ഇന്തോനേഷ്യക്കിട്ടും ഇങ്ങനെ പണി കൊടുത്തിരുന്നു. ഹമാസിന് വേണ്ടി നിലവിളിക്കുന്ന പലർക്കും ഇസ്രായേൽ സമ്മാനം എന്ന നിലയിൽ ഗാസക്കാരെ ഒരു വിമാനത്തിൽ കയറ്റി വിടുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. കാരണം ഈ ഗാസക്കാരെ അവർക്ക് അതിർത്തി കടത്തി ഇസ്രായേലിൽ കൊണ്ട് അതിനുള്ള അവർ സന്നദ്ധ സംഘടന ഉപയോഗിക്കുന്നു. ഈ വ്യാജ സന്നദ്ധ സംഘടന ഇസ്രായേലിന്റെ സഹായത്തോട് വിമാനത്തിൽ ആളെ കയറ്റിവിടുന്നു. റൊമേനിയ പോലുള്ള രാജ്യത്തെ തട്ടിക്കൂട്ട് വിമാന കമ്പനികളുണ്ട്. വിമാനം വാടകയ്ക്ക് എടുക്കുന്നു. ഈ വിമാനം അവിടുന്ന് പറന്നുയർന്നു കഴിഞ്ഞാൽ ഇത് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം ആ രാജ്യത്തിന് അവിടുന്ന് രാജ്യത്തേക്ക് കയറ്റിവിടാൻ പ്രയാസമാണ്. ഇസ്രായേലൊന്നും ഗവനിക്കുന്ന മനുഷ്യാവകാശം നോക്കുന്ന അങ്ങോട്ട് അവരെടുക്കില്ല, ഒരിക്കലും എടുക്കില്ല. ഇതാണ് സാഹചര്യം. ഇവർ ഇന്തോനേഷ്യക്ക് പണി കൊടുത്തു, മറ്റ് പല രാജ്യങ്ങൾക്കും പണി കൊടുത്തു. കേരളത്തിന് കിട്ടേണ്ടതാണ്. ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് മാത്രം കേരളം രക്ഷപ്പെട്ടത്. ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവർക്കറിയാം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. ആ ഇസ്രായേൽ ഹമാസ് പോലൊരു ഭീകര സംഘടനയുടെ മുമ്പിൽ കീഴടങ്ങി എന്നൊക്കെ ഗീർവാണം അടിക്കുന്നവർ എത്ര വിഡ്ഢികളാണ്. അതിനൊന്നും ഇസ്രായേലിനെ കിട്ടില്ല. ഇപ്പോഴിതാ ട്രംപിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വെടിനിർത്തൽ നടത്തി ഇസ്രായേൽ നേടാനുള്ളതെല്ലാം നേടിയെടുത്തു. ഹമാസ് നിലനിൽപ്പിന് വേണ്ടി നിലവിളിക്കുന്നു. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അവരുടെ ദേശത്തിന്റെ പകുതി കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുന്നു.